കാത്തുസൂക്ഷിച്ച കസ്തൂരിമാമ്പഴം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും LDF സർക്കാരുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റിന്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിൽ, പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രധാന നേട്ടമായിട്ട് ദേശീയപാത വികസനം സ്ഥാനം പിടിക്കുന്നത്. ഖജനാവിൽ കാശില്ല, കടം വാങ്ങിച്ചാണ് ദിവസ ചെലവുകൾ നടത്തിപ്പോകുന്നത്. എങ്കിലും കടം വാങ്ങിയ ദശകോടികൾ കൊണ്ട് ഈ 4ാം വർഷം ആഘോഷിക്കുകയായിരുന്നു. ആ ആഘോഷത്തിനിടയ്ക്കാണ്, അതങ്ങോട്ട് തീരാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ഭാഗമെന്നോണം ഈ നാഷണൽ ഹൈവേ 66 റോഡ് കീഴോട്ടിടിഞ്ഞു വീണത്. മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് അത് ആദ്യം കണ്ടു, പിന്നീട് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളില് അതൊരു തുടർചലനം പോലെ പ്രത്യക്ഷപ്പെട്ടു. 10 വോട്ട് കിട്ടാൻ തട്ടിക്കൂട്ടിയ ഒരു വലിയ ആകാശ ഗോപുരമാണ് ഞൊടിയിടയില് ഇടിഞ്ഞ് താഴോട്ട് വീണത്. ഇത് സ്വന്തം പദ്ധതിയാണ് എന്ന മട്ടില് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് എന്തോരം തള്ളിമറിക്കലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ NH66 അത് പൂർത്തിയാകാൻ പോകുന്നു, രാജ്യത്ത് വിപ്ലവം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര റീലുകൾ അദ്ദേഹം പുറത്തിറക്കി. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അദ്ദേഹം തന്നെ 14 റീലുകൾ ഇറക്കി എന്നാണ് പറയുന്നത്. 2-3 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിലും പ്രത്യക്ഷപ്പെട്ടു. മുഹമ്മദ് റിയാസ് നടത്തിക്കൊണ്ടിരുന്ന കുട്ടിഘോഷിക്കലുകൾ കണ്ടാല് ആർക്കും തോന്നിപ്പോവുക ഈ NH66 എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പദ്ധതി ഏതാണ്ട് പിണറായി വിജയന്റെ സ്വന്തം കുഞ്ഞാണ് എന്നാണ്, അല്ലെങ്കിൽ ആ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതി ആണെന്നാണ്. നമ്മുടെ പഴയ NH47 ആണെന്നേ, അതിന് അല്പം വീതി കൂട്ടുന്നു, അല്പമല്ല 6 വരിപ്പാതയാക്കുന്നു. മാത്രമല്ല വളവുകളും തിരിവുകളും ഒഴിവാക്കുന്നു, വലിയ കയറ്റങ്ങൾ ഇറക്കങ്ങൾ അതൊക്കെ ഒഴിവാക്കി സമനിരപ്പിലൂടെ ആ റോഡ് പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. കുറെ ബൈപ്പാസുകൾ വരുന്നു, അതായത് നഗരപ്രദേശങ്ങളിൽ പ്രവേശിക്കാതെ നേരെ യാത്ര ചെയ്യാവുന്ന രീതിയിൽ കുറെ ബൈപ്പാസുകൾ. നല്ല പദ്ധതിയാ, യാതൊരു സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗതാഗത കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ NH66 സംഭവിക്കുന്നത്. ഇവിടെ നമ്മുടെ തെക്ക് പാറശാല മുതൽ അങ്ങ് വടക്ക് തലപ്പാടി വരെ നീളുന്ന ഒരു ഹൈവേ. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ദേശീയ പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, കേന്ദ്ര സർക്കാരിന്റെ ഉപരിതല ഗതാഗത വകുപ്പാ. മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് ഈ NH66 എന്ന് പറയുന്ന ദേശീയപാത. പക്ഷെ മുഹമ്മദ് റിയാസിന്റെയും മറ്റും വർത്തമാനം കേട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ റീലുകൾ കണ്ടു കഴിഞ്ഞാല്, ഇത് കേരളത്തിന്റെ മാത്രം ഒരു പദ്ധതിയാണ്. പിണറായി വിജയന് അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിടർന്ന് അദ്ദേഹം നടപ്പാക്കുന്ന ഒരു റോഡ് വികസന പദ്ധതിയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ സത്യം എന്താ, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. പക്ഷെ ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് പങ്കൊന്നുമില്ല എന്ന് ആരും പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല. ചെറിയൊരു പങ്കുണ്ട്. എന്താണ് കേരള ഗവൺമെന്റിന്റെ ഈ റോഡ് വികസന പദ്ധതിയിലെ റോള്? അതായത് ഭൂമി എടുത്തു കൊടുക്കുന്നതിന്റെ ചിലവ്, അത് മുഴുവനല്ല, 25% അത് വഹിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ്. മൊത്തം 41,000 കോടി രൂപയുടെ ഒരു റോഡ് പദ്ധതിയാണ് കേരളത്തിൽ മാത്രം. കേരളത്തിന് പുറത്തെ കണക്കല്ല പറയുന്നത്. കേരളത്തിൽ തലപ്പാടി മുതൽ തെക്ക് വരെ 41,000 കോടി രൂപ ചെലവഴിച്ചാണ് ഈ NH66 പൂർത്തിയാക്കുന്നത്. അതിൽ കേരള സർക്കാർ മുടക്കിയിട്ടുള്ളത് 5,581 കോടി രൂപ മാത്രമാണ്. അത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വന്ന ചെലവിന്റെ 25%. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഇവിടെ കൊട്ടിഘോഷിക്കുന്നത്. പണ്ടൊന്നും ഇത് നടന്നിട്ടില്ല, ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കലൊന്നും നടന്നിട്ടില്ല. ഇത് കഴിഞ്ഞ UDF സർക്കാർ കളഞ്ഞിട്ട് പോയതാണ്. ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഈ ഭൂമി ഏറ്റെടുക്കല് ഫലപ്രദമായിട്ട് നടന്നത്. ഇത് 45 മീറ്റർ വീതിയില് ഈ റോഡ് വരുന്നതിനെ ഞങ്ങളുടെ ഒരു നിലപാട് കൊണ്ടാ, ഞങ്ങള് വാദിച്ചത് കൊണ്ടാ, ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാ എന്നാണ് LDF സർക്കാരിന്റെ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം. അപ്പോൾ ഒരു കഥ ഓർമ്മ വരിക, ഒരു പഴയ കഥ. UDF സർക്കാരിന്റെ കാലത്ത് അന്നൊരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞൊരു പദ്ധതി, അതിനെക്കുറിച്ച് ഒരു ആലോചന വന്നു. അത് 6 വരിപ്പാതയാ, നല്ല വീതിയിലുള്ള ഒരു റോഡ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി ആലോചിക്കുക. അപ്പൊ എന്താ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത്? ശുശുശു, കേരളത്തിന് ഇത്രയും വീതിയുള്ള റോഡൊന്നും വേണ്ട, ഒരു 30 മീറ്റർ മതി. ഇതെവിടെ നിന്നാണ് ഈ സ്ഥലം ഏറ്റെടുക്കുക? ആളുകളുടെ സ്ഥലം നഷ്ടപ്പെടില്ലേ? കേരളം ചെറിയ വീതിയുള്ള ഒരു സംസ്ഥാനമല്ലേ, അവിടെ എന്തിനാണ് ഇത്രയും വീതിയുള്ള റോഡ്? അതും പോരാഞ്ഞിട്ട് ചിലര് പറഞ്ഞു
ഈ റോഡിന്റെ ഒരു വശത്തെ ഗോപാലൻ നായരുടെ ഒരു പശു, അതിനെ തീറ്റുന്നതിന് റോഡിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ വക കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തടഞ്ഞ ആളുകളാ അന്നത്തെ പ്രതിപക്ഷം. അതായത് ഭരണകക്ഷിക്ക് അത് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരു സർവകക്ഷി സംഘം അന്ന് മൻമോഹൻ സിംഗിനെ കാണാൻ പോയി. പ്രധാനമന്ത്രി അങ്ങേരാ, അദ്ദേഹത്തെ കാണാൻ പോയി. സാധാരണഗതി ചിരിക്കാത്ത മൻമോഹൻ സിംഗ് ഈ ആവശ്യം കേട്ട് ചിരിച്ചുപോയി. ഞങ്ങളുടെ റോഡ് 30 മീറ്റർ മതിയെന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളും അവരാവശ്യപ്പെടുന്ന റോഡിന്റെ വീതി കേന്ദ്രം പറയുന്നതിന് കൂടുതൽ വേണമെന്നാണ്, കൂടുതൽ വീതിയുടെ റോഡ് പണിയാവുന്നതാണ്. നിങ്ങളാണ് ഏക സംസ്ഥാനം ഞങ്ങൾക്ക് 30 മീറ്റർ റോഡ് മതി എന്ന് പറയുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് അദ്ദേഹം പോലും ചിരിച്ചുപോയി. അതാണ് നമ്മുടെ ഇവിടുത്തെ രീതി, നമ്മുടെ പ്രതിപക്ഷം അന്ന് എടുത്ത നിലപാട്. ഇപ്പൊ പറയുന്നു 45 മീറ്റർ വേണമെന്ന് വാശി പിടിച്ചത് ഞങ്ങളാ, ആയിക്കോട്ടെ, വാശി പിടിച്ചത് LDF. പക്ഷെ എങ്ങനെയാണ് ഈ ഭൂമി ഏറ്റെടുത്തത്? പണ്ടൊക്കെ ഈ സർക്കാർ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിലൂടെ, പൊന്നും വില എന്ന് പറയും. പൊന്നിന്റെ വില കൊടുത്ത് ഈ ഭൂമി എടുക്കുന്നു എന്ന മട്ടിലാണ് ആ പ്രയോഗം കേട്ടാല് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ പൊന്നിന്റെ വിലയൊന്നുമില്ല, സർക്കാർ നിശ്ചയിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ തുക അത് കൊടുത്ത് നമ്മൾ ഭൂമി ഏറ്റെടുക്കുക. അതിനാരും സമ്മതിക്കില്ല. ഭൂമുടമകൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ നല്ല വീട് വെച്ച് താമസിക്കുന്നവർ സമ്മതിക്കുമോ? പക്ഷെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് ഭൂമി എടുക്കുന്നത് സംബന്ധിച്ച നിയമത്തിൽ വലിയ കാതലായ മാറ്റം വന്നു. മാർക്കറ്റ് വില എന്താണോ അത് കൊടുത്ത് ഭൂമി വാങ്ങാം എന്നൊരു നിയമം കൊണ്ടുവന്നു. അത് മാത്രമല്ല, വളരെ ആകർഷകമായ പുനരധിവാസ പാക്കേജുകൾ ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവർക്ക് അതും നിലവിൽ വന്നു. അതോടെയാണ് ഈ രീതിയിൽ റോഡ് ആവശ്യങ്ങൾക്കും മറ്റും ഭൂമി ഏറ്റെടുക്കാവുന്ന ഒരു സ്ഥിതി വന്നത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ നിയമം നിലവിൽ വന്നത്. അത് ആ സർക്കാർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയുള്ള പാത, അതിന്റെ ബാലരാമപുരം വരെ ആ ഗവൺമെന്റിന്റെ കാലത്ത് വീതി കൂട്ടി നിർമ്മിച്ചു. വലിയ ഗതാഗതക്കുരുക്കുള്ള റോഡായിരുന്നു. അപ്പൊ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ നിയമം വന്നതോടുകൂടി മാർക്കറ്റ് വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുകയും ആ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് പ്രാവച്ചമ്പലം വരെ ആ റോഡ് വീതി കൂട്ടി നിർമ്മിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് LDF സർക്കാർ വരുന്നത്. അപ്പോൾ ഈ നിയമം അവർക്കും സഹായകരമായി. അത് ഉപയോഗിച്ചു, അവർ ഭൂമി ഏറ്റെടുത്തു. എല്ലാവരും സന്തോഷത്തോടുകൂടി ഭൂമി കൊടുത്തു. കാരണം മാർക്കറ്റ് വില കിട്ടും, നല്ല പുനരധിവാസ പാക്കേജ് ഉണ്ട്. അങ്ങനെ സർക്കാർ ഇതുവരെ 5581 കോടി രൂപ ഇതിന് ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഈ ബൃഹത്തായ റോഡ് വികസന പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പങ്ക്. ഏതായാലും നാട്ടിലൊരു നല്ല റോഡ് വരിക, പഴയ റോഡ് വീതി കൂട്ടി ബൈപ്പാസുകളൊക്കെ ആയിട്ട് വളവുകൾ നിവൃത്തമൊക്കെ ആണെങ്കിലും ഒരു പുതിയ റോഡ് നമുക്കതിനെ അങ്ങ് സങ്കല്പിക്കാം. വളരെ സൗകര്യപ്രദമാണ്, യാത്രയ്ക്ക് വളരെ ഗുണകരമാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അടിക്കണമല്ലോ, അത് ഈ ഗവൺമെന്റിന് കിട്ടണമല്ലോ. ഈ 5581 കോടി രൂപ കഴിഞ്ഞാൽ 41,000 കോടി രൂപയുടെ ബാക്കിയൊക്കെ മുടക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിതിൻ ഗഡ്കരിയാണ് ആ വകുപ്പിന്റെ മന്ത്രി, അവരാണ് ഇത് ചെലവഴിക്കുന്നത്. പക്ഷെ ക്രെഡിറ്റ് നമുക്ക് വേണമല്ലോ. നമ്മുടെ സംസ്ഥാനത്തൂടാണല്ലോ റോഡ് പോകുന്നത്, ഞങ്ങളാണല്ലോ ഭൂമി എടുത്തു വന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ്, അതിന്റെ ഒരു ശതമാനമല്ല, മുഴുവൻ നമുക്ക് വേണം. പിന്നെ എന്തോരം തള്ളിമറിക്കലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വലിയ റിവ്യൂ മീറ്റിംഗുകൾ നടത്തുന്നു, സർക്കാരിന്റെ വക മോണിറ്ററിങ്, ഫീൽഡ് സ്റ്റഡി, ഫീൽഡ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി തന്നെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നു. റിയാസ് പൊതുമരാമത്ത് മന്ത്രി ഈ റോഡിന്റെ നിർമ്മാണ പ്രക്രിയയിലെ പുരോഗതി വിലയിരുത്തുന്നു. എന്തോ ഒരു ബഹളമായിരുന്നു. അതിനിടയ്ക്കാണ് ഈ 14 റീലുകൾ ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ റീച്ചില് കുറെ പണികൾ തീരും. അപ്പം റിയാസും കുറെ മന്ത്രിമാരും MLA-മാരും കൂടെ പോയി നിന്നിട്ട് സെൽഫി, റീല് ഇതൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. ചിലപ്പോൾ ഒരു ബൈപ്പാസിന്റെ പണി ഒന്ന് പൂർത്തിയാകും, അപ്പൊ അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കുക, ഇതിന്റെ എല്ലാം അവകാശം പറയുക, ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അടിക്കുക. ഇതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. ഇതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, നല്ലൊരു ലക്ഷ്യം. അതായത് 2025 ഡിസംബറിൽ ഇതിന്റെ പണി പൂർത്തിയാകുമെന്നാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ടും ഇത്തരം പദ്ധതികൾ വൈകുമല്ലോ, അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 2026 മാർച്ച് അവസാനമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ഇത് തീരും എന്നുള്ള ഒരു ധാരണ വന്നു. അപ്പൊ ഗവൺമെന്റ് എന്താ കരുതിയത്? മാർച്ചിൽ ഈ റോഡിന്റെ പണി തീരുകയാണെങ്കിൽ അടുത്ത മെയ്യിലാണല്ലോ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അവിടെ വെച്ച് പൊട്ടിക്കാൻ വെച്ചൊരു ഗുണ്ടായിരുന്നു നമ്മുടെ NH 66 വികസനം, അല്ലെങ്കിൽ NH 66 നിർമ്മാണം. അതിനുവേണ്ടി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴമായിരുന്നു ഇത്. അപ്പോഴല്ലേ ഈ റോഡ് താഴോട്ടങ്ങ് ഇടിഞ്ഞു വീണത്. മുഖ്യമന്ത്രിയും മരുമോനും കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നൊരു സ്വപ്നം. അതായത് മുഹമ്മദ് റിയാസ്
പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ തെക്കു മുതൽ വടക്ക് തലപ്പാടി വരെ ഒരു ഗംഭീരമായ ഒരു NH 66 പണി പൂർത്തിയായിരിക്കുന്നു. ഇതിൽ പരം ഒരു ക്രെഡിറ്റ് എന്താണ് ഒരു മന്ത്രിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്ക് വേണ്ടത്? അത് ആഘോഷിക്കാൻ കാത്തിരുന്നപ്പോഴാണ് ഈ ഗുലുമാല് സംഭവിച്ചു പോയത്. ഒരുപക്ഷെ ഈ ഇടയ്ക്കിടയ്ക്ക് നടത്തിയ ഈ സമ്മർദ്ദതന്ത്രങ്ങൾ പണി തീർക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാക്കി കിട്ടണമല്ലോ. അതിനുള്ള സമ്മർദ്ദങ്ങളാണോ, അതിനുവേണ്ടി തിടക്കം കൂട്ടിയതാണോ ഈ റോഡ് പണി ഇങ്ങനെ കലാശിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് ഇടിഞ്ഞ് വീണത് എന്നും കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. റോഡ് പണി ഇങ്ങനെ നടക്കുമ്പോൾ പല ജനപ്രതിനിധികളും ഇതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയതാ. കോഴിക്കോട് MP MK രാഘവൻ അദ്ദേഹം നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു. സർ, ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഇത് നേരായ രീതിയിലല്ല നടക്കുന്നത്, ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു. നിയമസഭയിൽ MLA ചൂണ്ടിക്കാട്ടി, ജില്ലാ വികസന കൗൺസിലില് MLA പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ബോധിച്ചില്ല. എല്ലാം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഞാനല്ലേ ഇവിടുത്തെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അപ്പോഴെങ്ങനെയാണ് കുഴപ്പം സംഭവിക്കുക, എങ്ങനെയാണ് നിർമ്മാണത്തിൽ വീഴ്ച ഉണ്ടാവുക എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ആരും ഇടപെട്ടില്ല. അവസാനം റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോഴാണ് ആളുകൾക്ക് ബോധമുണ്ടായത്, ബന്ധപ്പെട്ടവർക്ക് ബോധമുണ്ടായത്. എന്നിട്ടും ഈ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ ക്രെഡിറ്റ് അടിക്കാനാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലും ഗവൺമെന്റ് ശ്രമിച്ചിരിക്കുന്നത്. ഇതിന്റെ നല്ലൊരു ശതമാനവും കേന്ദ്രത്തിന്റെ ഫണ്ടാ, അവരാ നടത്തുന്നത്. ഈ സംസ്ഥാന PWD വകുപ്പ് അവിടെ ചില മോണിറ്ററിങ്ങും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ നടത്തും. പക്ഷെ പണി നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇവര് പറയുന്നൊന്നും കേൾക്കാറില്ല. അത് അവരവരുടെ ബോധ്യമനുസരിച്ചാണ് നീങ്ങുന്നത്. പക്ഷെ ക്രെഡിറ്റ് നമുക്ക് വേണമല്ലോ. അതിനായിരുന്നു ഈ റിവ്യൂവും മാസം തോറും ആഴ്ച തോറും റിവ്യൂ ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന്റെ ക്രെഡിറ്റ് നമുക്ക് തന്നെയാണ് എന്നുള്ള മട്ടിലാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ദേശീയപാതയാകെ അങ്ങ് പൊളിഞ്ഞുപോയെന്ന് ആരും കരുതേണ്ട എന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചത്. ഇത് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു പദ്ധതിയാണ്. ഞങ്ങളുടെ നിശ്ചയദാർഢ്യം, ഞങ്ങളുടെ ഇച്ഛാശക്തി, അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയായത്. അതല്ലാതെ ഈ ചെറിയൊരു സംഭവത്തിന്റെ പേരിൽ ആരും അതിനെ പഴിക്കണ്ട എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഹൈക്കോടതി എന്താ പറഞ്ഞതെന്നുള്ളതും അതേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടു താഴെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരു സംഭവ വികാസമാണ് ഈ റോഡിന്റെ തകർച്ചയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റലല്ലാതെ ഈ സർക്കാരിന് എന്താണ് അവകാശപ്പെടാനുള്ളത്? പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏത് ഗവൺമെന്റിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. കാരണം 5 വർഷം 4 വർഷം ഭരിച്ചിട്ടാണല്ലോ പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുന്നത്. ഈ ക്രെഡിറ്റ് അടിക്കല് അത് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലാണ് ആദ്യം ഉണ്ടായത്. ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ കുഞ്ഞാ, ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ തുറമുഖമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ജനത്തിന് മനസ്സിലായി. ഇതെല്ലാം കണ്ടും കേട്ടുപിരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ കേരളത്തിന്, അവർക്ക് മനസ്സിലായി ഈ തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അതിൽ ക്രെഡിറ്റ് അടിക്കാൻ കേന്ദ്രവും വന്നു. 5 പൈസ കൊടുക്കാതെയാണ് അന്ന് ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമം നടന്നത്. അതുപോലെ സർക്കാരിനുള്ളിൽ തന്നെ ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റലിനെ കുറിച്ചുള്ള സംഘർഷങ്ങൾ നിലവിലുണ്ട്. സ്മാർട്ട് റോഡുകൾ തിരുവനന്തപുരത്ത് അത് കേന്ദ്ര ഗവൺമെന്റും കേരള സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശഭരണ വകുപ്പും കോർപ്പറേഷൻ ചേർന്നാണ് നിർമ്മിച്ചത്. അവരുടേതാണ് ഫണ്ട്. അല്ലാതെ PWD വകുപ്പിന് യാതൊരു 5 പൈസയുടെ ചെലവില്ല. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം മാത്രം അതിന്റെ ക്രെഡിറ്റ് ഇറക്കാൻ പോയത് ഫ്ലെക്സിൽ ആരായിരുന്നു? പത്രങ്ങളിൽ വന്ന പരസ്യങ്ങളിൽ ആരായിരുന്നു? മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹം വരും. പിന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. അത് ഇഷ്യൂ ആയി, പ്രശ്നമായി, വിവാദമായി. അവസാനം കാരണം മറ്റ് ചെറുതാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നു. ഇപ്പോ കാത്തു സൂക്ഷിച്ചതാ NH 66 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൊട്ടിക്കാൻ. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതെന്താ? റോഡാ. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. നിർമ്മാണം അവരാണ് നടത്തിയത്. അവരുടെ ഉത്തരവാദിത്വം അവരുടെ ചുമതലയുമാണ്. പക്ഷേ ഇതുവരെ ഇതിന്റെ പേര് അവകാശം ഉന്നയിച്ചുകൊണ്ടിരുന്ന റിയാസ് പെട്ടെന്നൊന്ന് പമ്മി. ഇതിന്റെ ഉത്തരവാദിത്വം, വീഴ്ചയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഇപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടില് ഏറ്റവും പ്രധാന നേട്ടങ്ങളിൽ ഒന്നായിട്ട് ഇത് ചിത്രീകരിക്കാനുള്ള ധൈര്യമാണ് ഈ ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത്.
പാലാരിവട്ടം പാലം ആഘോഷിച്ച ടീംസായി ഇവരൊക്കെ. അന്ന് പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ട്രോളുകൾ ഇറങ്ങി. ഗവൺമെന്റും ഇടതുമുന്നണിയും CPM ഒക്കെ ഒത്തിരി പരിഹസിച്ചു. അവർക്കാണ് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ നാഷണൽ ഹൈവേയുടെ പേരിൽ ഊറ്റം കൊള്ളാൻ എന്തുകൊണ്ടാണ് ഈ CPM-ന്റെ സർക്കാർ തയ്യാറാവുന്നത്, LDF ഗവൺമെന്റ് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ അങ്ങനെ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, റോഡ് എന്ന് പറഞ്ഞാല് ജനങ്ങൾ അതിന്റെ സദ്ഫലങ്ങൾ അപ്പോൾ അനുഭവിക്കുന്ന ഒന്നാണ്, അവരുടെ മുമ്പിൽ നടക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖം വന്നു, അത് സംസ്ഥാനത്തിന് വലിയ നേട്ടമാവും. പക്ഷെ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ടാവില്ല. പക്ഷെ റോഡ് അങ്ങനെയല്ല. റോഡ് ഓരോ വ്യക്തിക്കും അപ്പോൾ അതിന്റെ നല്ല ഫലങ്ങൾ, അതുകൊണ്ടുള്ള സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടുന്നതാണ്. അതുകൊണ്ടായിരിക്കാം അത് വിട്ടുകളയാത്തത്. പക്ഷെ അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു സർക്കാർ 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം ജനങ്ങളെ സമീപിക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഞങ്ങൾ 1000 തൊഴിലവസരങ്ങൾ കൂട്ടി, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വൻകിട പദ്ധതി, അതൊന്നുപോലുമില്ല. വിഴിഞ്ഞിനിയും പറയാൻ പറ്റുമോ? അത് ഉമ്മൻചാണ്ടിയുടെ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് കേരളയില. അതിനുവേണ്ടി അതിന്റെ അലൈൻമെന്റിനിട്ട കുറ്റികളൊക്കെ, മഞ്ഞക്കുറ്റി ഓർമ്മയില്ലേ, അതൊക്കെ ഇപ്പൊ തോട്ടിലും കാട്ടിലും കായലിലും ഒക്കെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിലൊന്നും പറയാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് ഇനി ഇടിഞ്ഞു പൊളിഞ്ഞ റോഡാണെങ്കിലും വേണ്ടില്ല, നാഷണൽ ഹൈവേ അത് മതി, അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം എന്നുള്ള ഒരു തോന്നലിലും ചിന്തയിലുമാണ് ഇപ്പോൾ സർക്കാർ. മറ്റൊരു സാധ്യത കൂടെ ഉണ്ട്. 326 പേജുള്ള പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഒരുപക്ഷെ അത് അച്ചടിച്ച് തയ്യാറാക്കിയതിന് ശേഷമായിരിക്കാം ഈ നാഷണൽ ഹൈവേയിലെ ഈ അത്യാഹിതം സംഭവിച്ചത്, റോഡ് ഇടിഞ്ഞതും പൊളിഞ്ഞതും ഒക്കെ. എന്നാൽ പിന്നെ വേണ്ടില്ല, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചതാണോ എന്ന് ദൈവത്തിനെ അറിഞ്ഞുകൊള്ളൂ. ആരാന്റെ കൊച്ച് ഞമ്മന്റേതാണ് എന്ന് പറഞ്ഞെടുക്കുന്ന ചില ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരുടെയോ ഒരു കൊച്ച്, അതിനൊരു കണ്ണില്ല, കാല് മുടന്തിയതാണ്, എന്നിട്ടും ആ കൊച്ച് എന്റേതാണ് എന്ന് പറഞ്ഞു നടക്കുന്ന തൊലിക്കെട്ടി, അത് അപാരം തന്നെയാണ്.